എന്റെ വീട്ടുകാർ പറഞ്ഞിട്ട് കേൾക്കാതെ ഞാനിവിടെ പണം കൊണ്ടിട്ടത്. ഇനിയിപ്പോ അവരുടെ മുഖത്തെ ഞാനെങ്ങനെ നോക്കും? കുറെയൊക്കെ മര്യാദ വേണ്ടേ? എന്നാ പലിശയെങ്കിലും തരിക, അതുപോലുമില്ല. അയാളെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. നമ്മുടെ പണവും ചെലവാക്കി യുവമാര് കുടുംബസഹിതം ഊരുറ്റുവാണോ എന്ന് ആർക്കറിയാം? എന്തൊരു കഷ്ടമാണിത്. കൊടുത്ത കാശിന് നടന്നു നടന്ന് കാലം തേഞ്ഞു. എന്റെ കാര്യം അത് തന്നെ. തിരിച്ചേണ്ട സമയം കഴിഞ്ഞിട്ട് മാസം 6 ആയി. നിങ്ങളൊക്കെ ഇങ്ങനെ ചേമ്പിലെ വെള്ളം പോലെന്നാ പറ്റില്ലെന്നേ. ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ ഹോട്ടൽ തുടങ്ങാൻ പോകുന്ന ഞാൻ കേട്ടു. നമ്മുടെയൊക്കെ പൈസ ഉണ്ടല്ലേ ആടി കളിയൊക്കെ കളിക്കുന്നേ. വിഡ്രോവലിന് വേണ്ടി വന്ന പാർട്ടികളോടൊക്കെ അടുത്ത മാസം വരാൻ പറഞ്ഞു. വെരി ഗുഡ്. താങ്ക് യു. പിന്നെ ഞാനിവിടെ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഓക്കെ ഓക്കെ. എന്റെ മകളുടെ കല്യാണം ഈ മാസം 17-ാം തീയതി വെച്ചിരിക്കുകയാണ്. മാഷ് ഇങ്ങനെ ചൂടായിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ തന്ന രൂപയെല്ലാം ഓരോരോ ബിസിനസ്സിലായി മുടക്കിയിരിക്കുകയാണ്. റിട്ടേൺസ് വന്നാലേ രൂപ തിരിച്ചു തരാൻ പറ്റൂ. റിട്ടേൺസ് ഉണ്ടെങ്കിൽ തിരിച്ചു തരാമെന്നുള്ള വ്യവസ്ഥയിലല്ലോ ഡെപ്പോസിറ്റ് വാങ്ങിയത്. മാഷ് പറയുന്നതൊക്കെ ശരിയാ. തരാൻ തൽക്കാലം രൂപ വേണ്ടേ? കുറച്ച് ദിവസം കൂടി കഴിയാതെ ഒരു രക്ഷയില്ല. എനിക്കതൊന്നും അറിയണ്ട. പണം വാങ്ങിച്ചതിന് ഇതിന്റെ അകത്തുണ്ട്. എന്റെ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ അതും കൊണ്ടേ പോകും. അങ്ങനെ എന്നെ പറഞ്ഞേക്കാമെന്നൊന്നും കരുതണ്ട. എന്റെ കാശ് കിട്ടാതെ പോകുന്ന പ്രശ്നമേ ഇല്ല. കൊള്ളാം. അപ്പൊ മാഷ് കാശും കൊണ്ടേ പോകൂ. അതേടാ, ഞാൻ എന്റെ കാശും കൊണ്ടേ പോകും. മാഷക്ക് ഡെപ്പോസിറ്റ് കൊടുത്ത് പറഞ്ഞുവിട്. നടക്കടോ ഇങ്ങോട്ട്. എന്നെ വിട്. കാശ് ഞാൻ തരുന്നുണ്ട്. വിട്. നടക്കടോ. എന്നെ വിടാനല്ലേ മനസ്സിലാവുന്നില്ലേ? നടക്കടോ. അല്ലെങ്കിൽ ഞാൻ തരുന്നുണ്ട്. കാശ് ഞാൻ തരാം. വാ. വരൂ, ഇരിക്കും. നോ താങ്ക്സ്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. ഞങ്ങൾ ഗോവിന്ദ് മൽഹോത്രയുടെ അടുത്ത പരിചയക്കാരാണ്. ഞാൻ സുമൻ, ഇത് ജീവൻ. ഒരു ബിസിനസ് പാർട്ണറെ ആവശ്യമുണ്ടെന്ന് സാർ പത്രത്തിൽ കൊടുത്ത അഡ്വർടൈസ്മെന്റ് മിസ്റ്റർ മൽഹോത്ര കാണാനിടയായി. താങ്കളുമായി സംസാരിക്കാൻ അദ്ദേഹം ബോംബെയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. മിസ്റ്റർ മൽഹോത്ര എവിടെ താമസിക്കുന്നു? ജനീവ ഇന്റർനാഷണൽ. സാറുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ ഞങ്ങളെ പറഞ്ഞുവിട്ടിരിക്കുക. ഓഹോ, ഞാൻ പണിയാൻ ഉദ്ദേശിക്കുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് മിനിമം ഒരു 3 കോടി രൂപയെങ്കിലും ചെലവ് വരും. അതിന്റെ 50% എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ണറെയാണ് എനിക്ക് ആവശ്യം. സാറിന് ഫുൾ എമൗണ്ട് ആയ 3 കോടി രൂപ ഇന്ന് വേണോ? ബിസിനസ് ഉറപ്പിച്ചാൽ ആ നിമിഷം അദ്ദേഹം എണ്ണി തരും. ഞങ്ങൾ വാങ്ങിച്ചു തരും. അല്ല, ഇടപാട് ഞങ്ങൾ നടത്തി തരാം. അതിന്റെ ഒരു കമ്മീഷൻ. സംശയിക്കാൻ എന്തിരിക്കുന്നു? അത് തീർച്ചയല്ലേ? അപ്പൊ ഉറപ്പിക്കാമല്ലോ? തീർച്ചയായും. ഇപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തോട്ടെ. വൈകിട്ട് 4 മണിക്ക്. എക്സ്ക്യൂസ് മീ, ഫോൺ. ഓ, that will please. ജീവൻ, come on. എന്തൊരു ചൊറിച്ചില്ല. നിനക്ക് ചൊറിയുണ്ട? എനിക്ക് തിരിട്ടെന്ന് തോന്നണേ. നീ അകത്തേക്ക് പോ. ആവോ ആവോ. മിസ്റ്റർ സണ്ണി, സണ്ണി ഫൈനാൻസിയേഴ്സ്. नमस्कार, मेरा नाम मल्होत्रा, गोविंद मल्होत्रा. साहब, साहब, सन्नी को हिंदी नहीं मालूम, मलयालम बोलते हैं वो മനസ്സിലാക്കते हैं. अच्छा, പേടിക്കണ്ട. എന്റെ പിതാജി ഇരിഞ്ഞാലക്കുട കാ ആദ്മി. നമുക്ക് മലയാളത്തിൽ बोलता हूं. വരൂ, बैठिए बैठिए बैठिए. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ബോംബെയിലായി പോയില്ലേ. വേണ്ടാന്ന് വെച്ചാലും ഹിന്ദി വരും. പിന്നെ എന്തൊക്കെയുണ്ട് ബിസിനസ്? എനിക്കിപ്പോൾ ഫൈനാൻസിങ് ബിസിനസ് മാത്രമേ ഉള്ളൂ. പുതിയതായി തുടങ്ങുന്നതാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഓ, കണ്ടാൽ അറിയാം. എന്ത്? നിങ്ങളൊരു മിടുക്കനാണ്. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയ ഏർപ്പാടിന്റെ പരസ്യം ഞാൻ കണ്ടു. ഒരു പാർട്ണർ ആയാലോ എന്നൊരു, മലയാളത്തിൽ എന്താ ഇതിനെ പറയാ? മോഹം. ആ, മോഹം. ഞാനിപ്പോ എന്താ തരേണ്ടത്? 3 കോടി രൂപയുടെ പ്രൊജക്റ്റ് ആണ് എന്റേത്. 3 കോടി രൂപയെ? അയ്യേ, അത് വളരെ കുറച്ചായി പോയല്ലോ. ആവോ ആവോ. കോൻ ഹേ? സർ, ഇന്നലെ വന്ന ആ പള്ളിയിലച്ഛനാണ്. അച്ഛാ, വരൂ.
അച്ഛാ അധികമൊന്നും പ്രതീക്ഷിക്കരുത്. മന്ദാകൂ, അച്ഛനൊരു 10,000 രൂപ എടുത്തു കൊടുക്കൂ, എന്നിട്ട് റെസീറ്റ് വാങ്ങിച്ചോളൂ. പിതാവിന്റെയും പുത്രന്റെയും രക്ഷ ഈ ദുനിയാവില് ചേട്ടൂന് എപ്പോഴും ഉണ്ടാവും. ആകോട്ടെ. ഒരു പള്ളി പുതുക്കി പണിയുന്നതിന് എന്റെ വക ചെറിയൊരു, മലയാളത്തിൽ എന്താ അതിന് പറയാ, കൺസ്ട്രക്ഷൻ. സംഭാവന. അച്ഛാ. അച്ചോ, ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണ്. ഈ അച്ഛന്റെ വരവ് ഒരു നല്ല ലക്ഷണമാണെന്നാ തോന്നണേ. നല്ലവർക്ക് നല്ലതേ വരൂ, ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടും. അപ്പൊ നമുക്കിനി കാര്യങ്ങൾ ഉറപ്പിക്കാം. അച്ഛാ. ഓ എന്തേ? പുറത്തിറങ്ങ്, പുറത്തിറങ്ങ്. അപ്പൊ നമുക്ക് ഈ ബിസിനസ് നമ്മൾ എല്ലാവരും കൂടെ ഒരു വേണ്ട, നിങ്ങളൊക്കെ പുറത്തിറങ്ങ്. എനിക്ക് ക്രൗഡ് എനിക്ക് ഇഷ്ടല്ല. ആ പോട്ടെ 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 പോട്ടെ. ആ മന്ദാകത്ത് പോ. വാതിലടക്കേ. ബ്ലേഡ് വീഴൂ. പിന്നെ വീഴാതെ. ഇനി നമുക്ക് ഓരോരുത്തരുടെയും വകുപ്പ് അനുസരിച്ച് നീങ്ങാം. ആ നോട്ട് കെട്ട് ഇവിടെ. അബൂച്ചെന്റിലുണ്ട്. ആ നോട്ട് കെട്ടിട്ട്. ഇതെന്താ വെള്ളക്കടലാസ് അമ്മ? പൊക്കിയെടുത്ത് ബാബത്ത്, മാറ്റിയാണ്. ബാബത്ത്. പൊക്ക്, പൊക്ക്. ബാബത്ത് പിടിച്ചോ. ബാബത്ത്. പോ, പോ. മേരാ മന്ദാകിനി, തുമാരാ ബിസിനസ് പാർട്ട്ണർ ഹലോ. മിസ്റ്റർ സണ്ണി. ഹലോ. മകളായിരിക്കും. മേരാ ഭാര്യ. വളരെ വൈകിയാണ് കല്യാണം കഴിച്ചത്. ഞാൻ രൂപ തരുന്നത് മന്ദാകുവിന്റെ പേരിലായിരിക്കും. എന്റെ എല്ലാ സമ്പാദ്യവും ഇവളുടെ പേരിലാണ്. ഇവളാണ് എന്റെ എല്ലാ ഐശ്വര്യവും. ആ, സണ്ണിയുടെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? പണം കിട്ടിയാൽ അടുത്ത ദിവസം തന്നെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഓ ശരി, ഇനി താമസിപ്പിക്കണ്ട. ഓ ഫോൺ ഫോൺ ഫോൺ, എപ്പ നോക്കിയാലും ഈ ഫോൺ ഫോൺ. ഹലോ. ഞങ്ങളില്ലാതെ വിസ്കി കഴിക്കല്ലേ? സോഡ ഒഴിച്ച് കഴിക്കണേ, കൊടല് വെന്തു പോവും. അടിച്ച് ഫിറ്റാകുമ്പോഴേ നമ്മുടെ രഹസ്യങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞേൽപ്പിച്ച കാര്യം. പറഞ്ഞേൽപ്പിച്ച കാര്യം മറക്കരുത്. ബ്ലേഡ് വീണോ? വീണില്ലേ? വീഴ്ത്ത്. 50 ലക്ഷമോ? ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് കൊടുത്താ പോരെ? ആ നമ്പർ മനസ്സിലായി. 50 ലക്ഷം പോയിട്ട് തന്റെ 50 പൈസ എടുക്കാനല്ലോ. ഹേ, ആ കുപ്പി തീരുമ്പോ പറഞ്ഞാ മതി, ഞങ്ങൾ എത്തിച്ചോളാം വിത്ത് ഫുഡ് ഐറ്റംസ്. ഒന്ന് പറയട്ടെ, തൽക്കാലം അയാളോട് വട്ടച്ചെലവിന് കുറച്ച് കാശ് ഇങ്ങോട്ട് കിട്ടുമെന്ന് ചോദിക്കാൻ പറ്റും. തൽക്കാലം വട്ടച്ചെലവിന് കുറച്ച് കാശ് തനിക്ക് ഐഡിയ ഇങ്ങോട്ട് മേടിക്കാൻ പറ്റുമോ? അത്രയ്ക്ക് അർജന്റ് ആണെന്നോ? ആ ആ, എനിക്ക് നാളെ ഇവിടുന്ന് വരാൻ പറ്റില്ല. പുതിയ ബിസിനസ് കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല. നാളെ തന്നെ എത്തിയില്ലെങ്കിൽ കുഴപ്പാവോ? മുഷ്കിൽ, ബഹുത്ത് മുഷ്കിലേ. ശരി, ഞാൻ നോക്കട്ടെ, വരാം. ഓക്കെ ഓക്കെ. നാശം, ചെക്ക് എടുത്തു കൊടുക്കാൻ മറന്നു. ബാങ്കിൽ നിന്ന് രൂപ എടുക്കാൻ പറ്റില്ല. ആരാ? ആ ഹരിലാൽ. നാളെ ആ തിയേറ്റർ പണിയുള്ളിടത്ത് അത്യാവശ്യമായി ഒരു 50 ലക്ഷം രൂപ വേണം. ആ, ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് ബോംബെക്ക് പോകും, മറ്റന്നാൾ തിരിച്ചു വരും. മന്ദാകൂ, ഉം? ഒരു ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി നീ ബുദ്ധിമുട്ടണമെന്നില്ല. നീ ഇവിടെ ഇരുന്നോ? അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? ഛേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മിസ്റ്റർ സണ്ണി ഉണ്ടല്ലോ, പുതിയ നിന്റെ ബിസിനസ് പാർട്ണർ അല്ലേ? സണ്ണിക്ക് അറിയോ? അമിതാഭ് ബച്ചനും മന്ദാകും ബോംബെയില് 2 തിയേറ്ററുകളുടെ പാർട്ട്നേഴ്സാ. എനിക്ക് സിനിമയിലും ചെറിയൊരു കമ്പുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാണ്. പക്ഷെ വൈഫിന് സിനിമക്കാരെന്ന് വെച്ചാൽ വലിയ ക്രൈസാ. അത് നല്ലതാ, വളരെ നല്ലതാ അത്. അപ്പൊ മറ്റന്നാ വരുമ്പോ നമ്മുടെ ബിസിനസ്സിനുള്ള ഡ്രാഫ്റ്റും കൊണ്ടുവരും. ഒരു 50 ബ്ലാക്ക്, 50 വൈറ്റ്, 50 യെല്ലോ, 50 വൈറ്റ്, 50 ബ്ലാക്ക്. അപ്പൊ നാളെ പോകുമ്പോ പ്ലെയിൻ ടിക്കറ്റ് ഓക്കെ ആവല്ലോ. സാബ് അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. ആ. 9:30 ഫ്ലൈറ്റ്. 7 മണിക്ക് ഞാൻ ടിക്കറ്റുമായി ഇവിടെ വന്ന് സാബിനെ എയർപോർട്ടിൽ കൊണ്ടുവിടാം. ആ. പോരെ? അച്ഛാ. ആ. സബ് ടിക്കറ്റ്. അച്ഛാ, എന്നാ മിസ്റ്റർ സണ്ണി പോയിക്കോളൂ. എനിക്ക് തിരക്കൊന്നുമില്ല. സാബിനെ കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ. വരും. അങ്ങോട്ട് പോയ ഇങ്ങോട്ട് വരാൻ ആരാ കാശ് എന്താ? തരാ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് മന്ദാകിനി ഇല്ലാതെ ഒരു യാത്ര. ഡോൺ വെറി, അവരുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരില്ല. എന്നാ പിന്നെ പൊക്കോളൂ സണ്ണി, പൊക്കോളൂ. ആ, അപ്പൊ പിന്നെ വരുന്നവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്തോളാം. ഓക്കെ ഓക്കെ. ഓക്കെ, ടിക്കറ്റ് ഓക്കെ, എല്ലാം ഓക്കെ. അതെ, ഒന്ന് നിന്നേ. ഞാൻ ഈ ഫ്ലൈറ്റിന് പോണില്ല.
ഈ സിനിമ ടിക്കറ്റ് ബ്ലാക്കിൽ വെക്കണ പോലെ ഇതൊന്ന് വിറ്റ് ശരിയാക്കി. പകുതി കാശ് കിട്ടും. ആ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, വെറുതെ. വരൂ. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? സത്യം ബോറടിച്ചു. ഇടയ്ക്ക് ഫോൺ ചെയ്യാന്ന് വിചാരിച്ചതാ, പിന്നെ ബുദ്ധിമുട്ടായാലോന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. ബുദ്ധിമുട്ടോ? മന്ദാകിനിയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് തന്നെ ഒരു സുഖമല്ലേ? ദേ മൽഹോത്ര എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാ പോയേക്കുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും പറയണേ. ഏറ്റെടുത്തോ? ലക്ഷങ്ങളുടെയും കോടികളുടെയും മുഷിപ്പിക്കുന്ന കണക്കുകൾ, എന്റെ പേരിൽ ദിവസവും കുന്നുകൂടുന്ന ഒരുപാട് സ്വത്തുക്കൾ. ആകാശം വേണോ? ആവശ്യപ്പെട്ടാൽ ആ നിമിഷം എനിക്ക് കൊണ്ടുതരും. പക്ഷേ ഒരു സ്ത്രീക്ക് തൃപ്തിപ്പെടാൻ ഇത് മാത്രം മതിയോ? മനസ്സിന്റെ ദുഃഖം അറിയാതെ പറഞ്ഞു പോയതാണ്. കൂടുതൽ അടുപ്പം തോന്നിയതുകൊണ്ട്. മന്ദാകിനി സണ്ണിയുടെ പാർട്ണറാകാൻ പോയല്ലേ? എല്ലാവിധ സൗഭാഗ്യങ്ങളും എന്റെ പാർട്ണർക്ക് കിട്ടിക്കോളും. ബോറടിപ്പിച്ചു അല്ലേ? നോ നോ, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണിപ്പോൾ. ആരെങ്കിലും കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ ഓടി നടന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണായിരുന്നു. കന്യാകുമാരി എന്റെ ഒരു സ്വപ്നമാണ് ഇന്നും. ഞാൻ കൊണ്ടുപോകാം. സോറി, എന്നോടത്ത് വരാൻ വിരോധമില്ലെങ്കിൽ. തിരക്കിനിടയിൽ ഞാനൊരു ഡിസ്റ്റർബൻസ് ആകുമോ? നല്ല കാര്യമായി പോയി. എന്റെ പാർട്ണറുടെ ചെറിയൊരു ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നില്ലെങ്കിൽ എന്നാ പോവാം. ഒരു പെഗ്, ജസ്റ്റ് എ പ്ലഷർ. എന്റെ കമ്പനിയേക്കാൾ സന്തോഷം ആ കുപ്പിക്കുണ്ടെങ്കിൽ വേണ്ട, ഞാൻ വരുന്നില്ല. ശരി, ഉപേക്ഷിച്ചിരിക്കുന്നു. പോരെ? Come on, let's go. എന്റെ ഒരു സ്റ്റാർ കാണുന്നില്ലല്ലോ. ആകാശം നോക്ക്, അപ്പൊ കാണാം. മിടുക്കൻ. ദേ ഇയാൾ എന്തായി കാണിക്കണേ? നിങ്ങളൊന്നും ഇതിനായിട്ട് റെഡിയായില്ലേ? ചുമ്മാ കണാകുണാ പറഞ്ഞ് സംഭവം അലമ്പാക്കരുത്. ഓരോ നീക്കവും വളരെ ബുദ്ധിപൂർവ്വമായിരിക്കണം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? Then dress up, come on, get ready. മന്ദ, എനിക്ക് ചിപ്പികൾ ഇഷ്ടമാണോ? കുട്ടിക്കാലത്ത് ചിപ്പികൾ കൊണ്ട് കൊട്ടാരം പണിഞ്ഞ് കളിക്കുമായിരുന്നു ഞാൻ. സത്യത്തിൽ മന്ദാകിനി ആ മൽഹോത്രയുടെ ഭാര്യ ആവേണ്ടവളല്ല. പിന്നെ ഏതെങ്കിലും ഒരു എഴുത്തുകാരന്റെ, അല്ലെങ്കിൽ ഒരു കവിയുടെ, അതും അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളുടെ. സോറി. ആ Come on. സണിച്ചായ, നല്ലൊരു മലയാള സിനിമ കണ്ടിട്ട് ഒരുപാട് കാലായി. നമുക്കൊരു മാറ്റിനിക്ക് പോയാലോ? പോകാം. ഐ ആം റെഡി ഫോർ എവരിതിങ്. എവരിതിങ് ഫോർ യു. എന്താ അവിടെ? എന്താ ഞങ്ങൾ പോയെന്നാണോ? എന്നെ കൂടെ ചേർത്ത് കെട്ടാടോ. കയ്യിൽ തോക്കാണ് അനക്കരുത്. അയ്യോ, 4 മണിക്ക് മൽഹോത്ര വിളിക്കാന്ന് പറഞ്ഞതാ. നമുക്ക് പോവാം. ആ ശരിയാ, നമുക്ക് പോവാം. എവിടെയാ സാധനങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത്? ഓന്റെ തോക്കാണത് പൊട്ടുന്നതിന് മുമ്പ് വിവരം പറഞ്ഞോളേ. മിസ്റ്റർ റാം, ഈ കുട്ടിയെ വെടിവെച്ച് താഴെയിടൂ, അല്ലെങ്കിൽ തോക്ക് എനിക്ക് വിട്ടുതരൂ.
താക്കോല പറ. ഫോൺ അടിയിൽ Come on. Yes. Catch. Catched. യെസ് ജനീവ ഇന്റർനാഷണൽ. അതെ, അവരെത്തിയിട്ടുണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്യും. എക്സ്ക്യൂസ് മീ മാഡം, ഒരു ഫോൺ കോൾ ഉണ്ട്. ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. സണിച്ചാന ആ സണ്ണിയാ? ഏ എന്തു പറ്റി? ഇൻകം ടാക്സുകാരി എല്ലാം കൊണ്ടുപോയി സാർ. പുറകെ വരുന്നുണ്ടല്ലയാ. വീട് ഇവിടെ ഒന്ന് പോലെ അയ്യോ പഞ്ചായല്ലോ. എന്ത് കിട്ടിയാലും പഞ്ചറാക്കും. പടച്ചോനെ. Hands up. പിന്തിരിയുന്നതാണ് നല്ലത്. ഓർഡർ പ്ലീസ്. Fire. ദേ ഒറിജിനൽ തോക്കാ. തോക്ക് താഴെയിട്. എടുക്കാം പെട്ടി. പെട്ടി അപ്പൊ തോക്കാ. പെട്ടിയിട്. പെട്ടിയിട്. ആ അവന്റെ ഒരു മൽഹോത്രം. മലഹോത്രയ്ക്ക് കുഴപ്പമില്ല. നീ ചവിട്ടവനെ. അറിയാണ്ട് ഇത് കൂടി ചെയ്തല്ല നീ. ഉണ്ടവൻ. ഞാൻ പിടിച്ചവനെ ശരിയാക്കി തരാം.